നമസ്കാരം. വീണ്ടും മണി പി എച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്നൊരു ആവശ്യം വേണ്ടി ഞാൻ തഞ്ചാവൂരിൽ വന്നായിരുന്നു. ഇന്ന് എൻ്റെ സുഹൃത്തിൻ്റെ സ്റ്റുഡിയോയിൽ ഇരുന്നാണ് സംസാരിക്കുന്നത് തഞ്ചാവൂരിൽ. സോ മാരിമുത്ത് സ്റ്റുഡിയോയിൽ ഇരുന്നാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. ഇന്ന് സ്വർണത്തിൻ്റെ വില ആസ് യൂഷ്വൽ കയറിയിരിക്കുന്നു. അതുകൊണ്ട് സ്വർണത്തിൻ്റെ വില കയറിയിരിക്കുന്നത് എന്നാൽ ട്രംപ് ബൾക്കി അടിച്ച കാരണമാണ് ഇന്ന് സ്വർണത്തിൻ്റെ വില ഇറങ്ങിയത്. ട്രംപ് അടിരാറാമ എന്ന് പറഞ്ഞ് ബൾട്ടി അടിക്കുന്നത് തോറും ടിക്കറ്റ് മുകളിലും താളയും ചെന്നുകൊണ്ടേയിരിക്കും. ഗോൾഡ് വന്നിട്ട് 14,320 22 ക്യാരറ്റ്, 24 ക്യാരറ്റ് 15,622 ആണ്. അതുപോലെ തന്നെ വെള്ളിയും കയറിയിരിക്കുന്നു. 1,52,000 ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ 2318 ഇരിക്കുന്നു റുപ്പി. ട്രെൻഡ് വന്നിട്ട് ഫ്യൂച്ചർ സ്പോട്ട് 122 അടുത്തിരിക്കുന്നു. ഹാപ്പിനെസ്സിൽ 400 പോയിന്റ് പ്ലസ്സിലിരിക്കുന്നു. 24,600 കഴിഞ്ഞ് പോയിട്ടിരിക്കുന്നു. നിഫ്റ്റി 800 പോയിന്റിന്റെ മുകളിൽ ചെന്നിരിക്കുന്നു. എല്ലാം മുകളിൽ കയറിയിരിക്കുന്നു. ഓട്ടോ 1%, 82.2%. ആർമയും കയറിയിരിക്കുന്നു, 0.5% കയറിയിരിക്കുന്നു. FMCG 2%. ഇന്ന് ഒന്നും വിറ്റില്ല. വെച്ചതൊക്കെ ലാഭമാണ്. അമർരാജ ഇരിക്കട്ടും, കമേഴ്ഷ്യൽ വെഹിക്കിൾ ഇരിക്കട്ടും, തങ്കമയിലായിരിക്കട്ടെ, DFC ഫസ്റ്റ് ബാങ്ക്, TCS 3%. പക്ഷേ വെറും ഡോക്ടർ റെഡ്ഡി മാത്രം 1.7, സിപ്ല 1.3. എല്ലാം ഭയങ്കരമായിട്ട് കയറിയിരിക്കുന്നു. കയറാൻ്റെ മുഖ്യ റീസൺ എന്തെന്ന് വെച്ചാൽ ഇന്ന് ട്രംപ് ബൾട്ടി അടിച്ച് ഇറാൻ്റെ ഒപ്പം തിരികെ സംസാരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞായിരുന്നു. ഇന്നും അവർ സമ്മതം തെളിയിച്ചില്ല സംസാരിക്കുമോ ഇല്ലയോ എന്ന്. ഹോമൂസിന് ഇവർ ബ്ലോക്കേഡ് ചെയ്യുന്നു. കാരണം നമുക്ക് കച്ച എണ്ണ വരത്തില്ല. ഉള്ള സ്ഥലങ്ങളിൽ പ്രോബ്ലം കൂടും. മാർക്കറ്റ് കയറിയിരിക്കുന്നു. മാർക്കറ്റിൽ എന്ത് കയറിയിരിക്കുന്നു എന്നാൽ പെട്ടെന്ന് ഈ രണ്ടുപേരും ഇനി കെട്ടിപ്പിടിച്ച് യുദ്ധത്തിന് നിർക്കുന്നത് പോലെ ഒരു സാധ്യവുമില്ല. ന്യൂസും അങ്ങനെ വന്നിട്ടില്ല. പക്ഷെ അങ്ങനെ ഇരുന്നും പെട്ടെന്ന് പാകിസ്ഥാൻ്റെ ഒപ്പം സംസാരിച്ച് ഇത്ര നിർത്തും ഒരു വിശ്വാസത്തിൽ മാർക്കറ്റ് കയറിയിരിക്കുന്നു. ഇത് അങ്ങനെ കയറിയിരുന്നാലും ഈ മാസം ഫുള്ള് ഔട്ട്. മെയ് മാസവും 15 ദിവസം ഔട്ടാണ്. ഇത് കാരണം പോയ ക്വാർട്ടർ ഏർണിങ്സേ വലിയ ലെവലിൽ പ്രോബ്ലം ഇരിക്കും. ക്വാർട്ടറിൽ പ്രോബ്ലം വലുതായിട്ടിരിക്കും. എന്തൊക്കെയാണ് ന്യൂസ് എന്ന് നമുക്ക് നോക്കാം. ടാറ്റ കമ്പനി എന്ന് പറയുന്നു എന്നാൽ ഇന്നും ഒരു 1,500 കോടിനെ വന്ന് ഫോൺ മാനുഫാക്ചറിങ്ങിലിട്ട് ചെയ്യാൻ പോണതായിട്ട് പറയുന്നു. അവർക്ക് ലോങ് ടേമിൽ ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് ഗ്രോത്ത് ഇരിക്കുമെന്ന് അവർ പറയുന്നു. ഓട്ടോ സെയിൽസിൻ്റെ ഡിമാൻഡ് കഴിഞ്ഞിരിക്കുന്നു. സ്പെഷ്യലി EV സെയിൽസ് നല്ലതായിരിക്കുന്നു. ഓരോ വർഷത്തിൻ്റെ സെയിൽസിൽ റെക്കോർഡ് സെയിൽസ് ഇരിക്കുന്നു കാര്യം അവർ പറയുന്നു. AI കാരണം IT സെക്ടറിൻ്റെ ഗ്രോത്ത് കുറയാം. അങ്ങനെ അതിൽ വന്നിട്ട് 3.5% തന്നെ ഗ്രോത്ത് ഇരിക്കും അങ്ങനെ എന്ന് പറയുന്നു. നമ്മളെ പൊരുത്തമട്ടിൽ ഇതൊരു മെച്യൂർ ബിസിനസ്. പക്ഷേ 4% ഗ്രോ ആയാലും നമുക്കിതിനെക്കുറിച്ച് വിഷമമില്ല. ഡിവിഡൻഡ് ഈൽഡ് നന്നായിട്ട് ഉണ്ട്. CS ആൻഡ് ഇൻഫോസിസ് വളരെ ചീപ്പായിരിക്കുന്നു. പ്രോയും വളരെ ചീപ്പായിരിക്കുന്നു. ഒരു ദിവസം മാർക്കറ്റ് ഫേവറിൽ അത് എത്തും. കാരണം അത് ഇറങ്ങുന്ന തോറും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ 1-2 എണ്ണം എടുക്കാം. ആണ് മെയിൻ തീം. സോഷ്യൽ ഇൻഫ്ലേഷൻ വന്നിട്ട് 4% ആയിരിക്കുന്നു. എനർജി സ്പൈക്ക് വളരെ കൂടുതലായിരിക്കുന്നു. അത് എന്ത് വിചാരിക്കുന്നു എന്നാൽ അമേരിക്ക റേറ്റ് കട്ട് വരാൻ പോകുന്നു. കട്ട് വരുന്ന കാരണം എല്ലാം ഇമ്പ്രൂവ് ആകും. ഇന്ന് മാർക്കറ്റിനെ തൂക്കി വെച്ചായിരുന്നു. എന്ത് എന്നാൽ റേറ്റ് കട്ടൊന്നും വരില്ല, ഹൈക്ക് തന്നെ വരും. നമുക്കിപ്പോൾ വ്യക്തമായി. കെവിൻ മാഷിന് ഇതുവരെയ്ക്കും സെനറ്റിലിരുന്ന് നോമിനേഷൻ വന്നില്ല. സെനറ്റിൽ നോമിനേഷൻ വരാതെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ തന്നെ 1-2 മാസം ഇനി കണ്ടിന്യൂ ചെയ്യും. ഇനി റേറ്റ് കട്ട് എന്ന കാര്യം ഇരിക്കത്തില്ല. ചൈനയുടെ ട്രേഡിൽ നോക്കിയെങ്കിൽ ഇമ്പോർട്ട് വന്ന് കുറഞ്ഞിരിക്കുന്നു, ഇപ്പോൾ കയറിയിരിക്കുന്നു. അതുകൊണ്ട് ചൈനയിൽ ഇമ്പോർട്ട് കയറിയിരിക്കുന്നു എന്നാൽ എണ്ണയുടെ വില ഏറിയിരിക്കുന്നു. കാരണം ചൈനയുടെ വില ഇമ്പോർട്ട് കയറിയിരിക്കുന്നു. ഇന്ത്യ വന്നിട്ട് സൈക്കിൾ ഗ്യാപ്പിൽ വണ്ടി അകത്ത് പോകുന്നു. ഡീലർ റബ്ബർ പോലെ ഇഴുത്ത് ശേഷം ട്രംപ് ലേം ദ പ്രസിഡന്റ് ആയതിനു ശേഷം നോക്കാം ഡിസൈഡ് ചെയ്തിരിക്കുന്നു. ഇത് വന്നിട്ട് ഗോൾഡ് ലോണ്. ഇത് 16 ലക്ഷം കോടി ലോണായിരിക്കുന്നു. സെക്കൻഡ് ലാർജസ്റ്റ് റീറ്റെയിൽ സെഗ്മെൻറ്റ്. ഇതിൻ്റെ മുകളിൽ ഇരിക്കുന്നത് വന്നിട്ട് ലോൺ അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടിയാണ്. ഈ കയറുന്ന ഒപ്പം ഹയർ ലോൺസ് തന്നെ കയറും. ഓൾഡ് ലോണിൽ സ്ട്രെസ് ഒരുപാടായിരിക്കുന്നു. വെച്ചാൽ ഹൈ വാല്യൂ ബോറിങ് ജനങ്ങൾ ഒരുപാട് ചെയ്യുന്നു. ഒക്കെ ചെറിയ ലെവലിൽ ഗോൾഡിനെ വെച്ച് വാങ്ങിയുകൊണ്ട് ഉടനെ തിരിച്ചെടുക്കുന്നത് ഇരുന്നു. അപ്പോൾ അത് നടക്കുന്നില്ല. ഗോൾഡ് 18,000 16,000 ഇറങ്ങിയതിൽ കുറച്ച് തിരികെ ഇമ്മീഡിയറ്റ് റിട്ടേൺ ചെയ്യുന്നത് പോലെ ഇരിക്കും. കാരണം ഡെഫിനറ്റായിട്ട് ഇന്നും ഗോൾഡ് ഓപ്ഷൻ വരും. ഓപ്ഷനിൽ വിൽക്കും എന്നത് നമുക്ക് നോക്കാം. കാരണം RBI ഇന്നും നോംസിനെ ടൈറ്റ് ചെയ്യുന്നു. രണ്ടിൽ വച്ചതിന് അങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇൻട്രസ്റ്റിന് മാത്രം കെട്ടി ഫുൾ കാശിനെ കെട്ടി തിരികെ ഇടുന്ന് പറഞ്ഞ RBI തീരുമെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. എക്സ്പോർട്ട് ഡൗൺ ആണ്. ജ്വല്ലറി എക്സ്പോർട്ട് കൂടെ 35% കുറഞ്ഞിരിക്കുന്നു.
കാരണം ട്രേഡ് റൂട്ട് ദുബായ് വഴി തന്നെ പോകണം, വാറില്ല. കാരണം ഈ ദുബായിയുടെ അടുത്ത് എവിടെയും പോകാൻ പറ്റുന്നില്ല. കാരണം മാർക്കറ്റ് ഭയങ്കര പ്രഷറിലിരിക്കുന്നു. എസ് വെൽനസ് എന്ന കമ്പനിയുടെ ഷെയർ ശതവീതം വില കയറിയിരിക്കുന്നു. 2-3 അക്യൂർ ചെയ്തിരിക്കുന്നു. ഫിറ്റ് കുറഞ്ഞാലും CG ആൻഡ് ഷെയറിൻ്റെ വില കയറിയിരിക്കുന്നു. അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട. എസ് ലൈഫ് സയൻസസ് വച്ചിരിക്കുന്നവർ അവരാണ് ഈ കമ്പനിയുടെ പ്രൊമോട്ടർ. കുറിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട. സെയിൽസ് ലാസ്റ്റ് ഇയർ സൂപ്പറായിരുന്നു എന്ന് പറയുന്നു. നോക്കുവാണെങ്കിൽ ഈ സപ്ലൈ ചെയിൻ എന്നത് സ്ട്രെസ്സായിരിക്കുന്നു. LPG ഇല്ല. LPG ഇല്ലാതെ കോമ്പാംബ്ലൻ മാനുഫാക്ചറേഴ്സ് കാരണം സംസാരിക്കാൻ പറ്റുമാണെന്ന് ചോദിച്ചാൽ പറ്റൂല. ഇരിക്കുന്നു. പ്രൊഡക്ഷൻ അടിപെടും. ഇത് കാരണം വെയിറ്റിംഗ് ലിസ്റ്റ് കൂടുതലാവും. പോയ വർഷം ഏർലിയർ സെയിൽസ് എന്നത് വർഷത്തിൽ ആദ്യത്തെ 2 മാസം ഭയങ്കരമായിട്ട് അടി വാങ്ങും. ബജാജ് ആട്ടോ എന്ത് ചെയ്തിരിക്കുന്നു എന്നാൽ EV ഒന്ന് ലോഞ്ച് ചെയ്തിരിക്കുന്നു. വീലർ മാർക്കറ്റിനെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ഇലക്ട്രിക് ആട്ടോയിന് അകത്ത് ഇറക്കി വിട്ടിരിക്കുന്നു എന്നാണ് അർത്ഥം. ആർജിൽ 300 കിലോമീറ്റർ വരയ്ക്കും അത് ഓടും. മൾട്ടിപ്പിൾ വേരിയൻറ്റ് കൊണ്ട് അതിനെ ഇറക്കി വിട്ടിരിക്കുന്നവർ വെച്ചാൽ ഈ ഓട്ടോ ഗ്യാസിന് 3 അവർ 4 അവർ നിൽക്കുന്ന ആ സമയം കൊണ്ട് ഓട്ടോ സൂപ്പറായിട്ട് പെർഫോം ചെയ്യും എന്നതിൽ ഏതൊരു സംശയവുമില്ല. ചേമ്പിനെ വെള്ളക്കാരൻ മുഖാവശം വിറ്റു. എന്നാണ് ഓണർ. സ്പെഷ്യലി ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ടാണ് ഓണർ. കാരണം ഈ 2000 രൂപയിലിരുന്ന് വീഴുന്നത് അതിൻ്റെ പുറകെ ഇനി പോകാൻ പോണതില്ല. ആ സെല്ലാം ഇന്ത്യൻസിന് തന്നെ മനസ്സിലാക്കി എടുക്കണം. വെച്ചാൽ ഇവർ IPOയ്ക്ക് മുമ്പേ തന്നെ ചീപ്പ് റേറ്റിൽ വാങ്ങിയുണ്ട്. ഇവർ 2 വെള്ളക്കാരർ അതിനെ വിറ്റുകൊണ്ട് ചെന്നിരിക്കുന്നു. ഇസോൺ വന്നിട്ട് ഗ്ലോബൽ സ്റ്റാർ കമ്പനീനെ വാങ്ങിയിരിക്കുന്നു. $12 ബില്യൺ ആണ്. ആൽമോസ്റ്റ് $1.6 ബില്യൺ എന്തെന്ന് വെച്ചാൽ സ്റ്റാർലിങ്ങിന് സ്ട്രേസിൽ ചാർജ് ചെയ്ത് വന്ന് ലോകം ഫുള്ളായിട്ട് ഇൻ്റർനെറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കുന്നു. ബിസ്മി എന്നൊരു പുതിയതായിട്ട് ഒരാൾ വന്നിരിക്കുന്നു. വന്ന ഉടനെ ആദ്യത്തെ ജോലിയായിട്ട് തന്നു. 2 പേരിനെ കട്ട് ചെയ്തിരിക്കുന്നു. റീസ്ട്രക്ചറിങ് ചെയ്യുന്നു. കാരണം സ്ട്രീമിങ്ങിൽ ഫോക്കസിനെ ഷിഫ്റ്റ് ചെയ്യുന്നു. കാരണം ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ആയിട്ട് അത് മാറുന്നു. ആ തിയേറ്ററിൽ ഒരുപാട് കാണിക്കാൻ പറ്റുന്നില്ല. 1000 പേരിന് അയ്യ നിങ്ങൾ വേറെ ജോലി നോക്കുക എന്ന് വെച്ചിരിക്കുന്നു. ഓവറാളെ നോക്കുവാണെങ്കിൽ ഇന്ന് കയറിയിരുന്നാലും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇരിക്കുന്നു. നോക്കി ക്ഷമയോട് കാത്തിരുന്ന് കൺസിഡർ ചെയ്യാം. ഇപ്പോൾ ഈ പ്രോബ്ലമൊക്കെ സോൾവ് ആകാൻ പോണതില്ല. എൻ്റെ വില ഇലക്ഷൻ തീരുന്ന 6 ദിവസം തന്നെ കയറ്റി തന്നെ ആവണം. ഈ IOC, HPCL, BPCL ഒക്കെ ശമ്പളം കൊടുക്കുന്നത് കഷ്ടമാകും. കാരണം ട്രഷറി ലോസസ് വില കയറാൻ പോകുന്നു. എന്ന് വെച്ചാൽ ബാങ്കിലിരുന്ന് എന്ത് പറയുന്നു എന്നാൽ ലോസസിനെ ഇമ്മീഡിയറ്റായി ക്വിറ്റ് ചെയ്യാൻ പറയുന്നു. കയറുന്നു. എന്തെന്ന് വെച്ചാൽ ഈൽഡ് കയറുന്നു. RBI ആക്ഷൻ കാരണം ഈൽഡ് കയറുന്നു. കുറച്ച് റിലീഫ് ചോദിക്കുന്നു. അങ്ങനെ പറ്റൂല. ബോണ്ട് മാർക്കറ്റ് ലോസസിന് ഉടനെ കാണിക്കണം എന്ന് പറയുന്നു. ഇത് എന്താകുമെന്ന് വെച്ചാൽ ഷോർട്ട് ടേമിൽ ബോണ്ടിൻ്റെ പ്രോഫിറ്റൊക്കെ അടിപെടും. ഇപ്പോൾ നിങ്ങൾ ഇതിൽ എന്ത് മനസ്സിലാക്കണമെന്നാൽ RBI വിറ്റുകൊണ്ടിരിക്കുന്നു. അകത്ത് വരാൻ പോകുന്നതില്ല. അവർ ഹെഡ്ജ് പ്രോബ്ലം. അത് കാര്യം RBI അവരെ ബാങ്ക്സിന് റിലീഫ് ചോദിച്ചിരിക്കുന്നു. സ്പെഷ്യലി ഇൻ ഫോറക്സ് ലോസസ്. ഈ ബോണ്ടിൽ വരുന്ന ലോസസിനെയും കുറച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കാട്ടുന്നു എന്ന് ഒക്കെ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ഒരാള വില വാശി കയറിയ കാരണം ക്വാർട്ടർ റിസൾട്ട് നന്നായിരിക്കൂല എന്ന് പറയുന്നു. ബാജായിരിക്കും എന്ന് പറയുന്നു. അടുത്ത ക്വാർട്ടർ റിസൾട്ട് നന്നായിരിക്കൂല എന്നാണ് പറയുന്നത്. കാരണം മാർക്കറ്റ് കയറിയാലും ഇറങ്ങും എന്ന കാര്യം നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റുന്നു. നിങ്ങൾ നോക്കി ക്ഷമയോട് കാത്തിരുന്ന് ഇതിൽ കളിക്കണം. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. കൊച്ചുങ്ങളുടെ ഫിനാൻഷ്യൽ ലിറ്ററസി ബുക്ക് മണി ഫോർ നത്തിങ് എന്ന ഒരു 2ാമത് പാർട്ട് ചെക്ക് എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ഈ ഡെപ്പോസിറ്റ് ബില്ലൊക്കെ എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ആശയം എങ്ങനെയാണ് എവോൾവ് ആയി വന്നു, ബാർട്ടറിലിരുന്ന് ഡിമോണിറ്ററൈസേഷൻ വരെയുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. ഇത് 10 മുതൽ 12 വയസ്സ് വരെയുള്ള കൊച്ചുങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടിരിക്കും. ഈ ബുക്കിന് ഇപ്പോൾ ഒരു സ്പെഷ്യൽ പ്രൈസിൽ 450 രൂപയ്ക്കാളെ കൊടുക്കുന്നു. നിങ്ങൾ ഇതിന് യൂസ് ചെയ്യാം. honeypage.com വെബ്സൈറ്റിനെ സബ്സ്ക്രൈബ് ചെയ്യാം. ഒരാഴ്ചയ്ക്ക് 4 പ്രീമിയം ആർട്ടിക്കിളും ഈ ആർട്ടിക്കിൾസ് ഒരു 10 to 15 ഇടുന്നു. ഇത് സബ്സ്ക്രിപ്ഷൻ മൂലം നിങ്ങൾ ഇതിനെ ഉപയോഗിക്കാം. 1 മാസത്തിന് വെറും 99 രൂപ മാത്രമാണ്. ഞാൻ പറയുന്ന കോൺസെപ്റ്റ്സിനൊക്കെ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്കാണ് ഇതിൽ ഇടുന്നത്. ഇത് നിങ്ങൾ വായിക്കുവാണെങ്കിൽ എനിക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടാകും. നന്ദി, നമസ്കാരം. കൊച്ചുമേക്ക് വേണ്ടി ഒരു പുസ്തകം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ സക്സസ്ഫുൾ ആയിട്ടും പോയി. ആർക്കെങ്കിലും ആ പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ ഈ ടീമിൽ എനിക്ക് കോൺടാക്ട് ചെയ്യാം. താഴെയിരിക്കുന്ന നമ്പർ എന്നെ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കോൺടാക്ട് ചെയ്യാം. ഇത് മൂലം ആ പുസ്തകം എനിക്ക് വാങ്ങാം. മറ്റ് പുസ്തകങ്ങളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വാട്സപ്പ് മൂലം നിങ്ങൾക്ക് വാങ്ങാം. അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉപയോഗിച്ചും നിങ്ങൾക്ക് വാങ്ങാം. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.